പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലാന് ഇമ്പോർട്ട് ചെയ്ത് അത് സ്ട്രക്ചർ ആക്കുന്ന രൂപം 3D പറഞ്ഞു കഴിഞ്ഞു. ചില ആൾക്കാർ ഡൗട്ട് ചോദിച്ചിരുന്നു, ചില കമൻറ്റിൽ നിന്ന് ഡൗട്ട് ചോദിച്ചിരുന്നു, ഒരു വാളിനെ അറ്റാച്ച് ചെയ്ത വാളിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ, അത് സെപ്പറേറ്റ് ആക്കി എഡിറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതെങ്ങനെ നോക്കാം, ആദ്യം പറയാം. ഞാനൊരു ഇവിടെ വാൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞല്ലോ, ഇത് നമുക്ക് സെപ്പറേറ്റ് ആക്കണം. സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് എലമെന്റ് ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യാം. എന്നിട്ട് സെറ്റിംഗ്സ് അടിയിലേക്ക് ഇവിടെ വന്നിട്ടുണ്ടാവും, അതിൽ ഡിറ്റാച്ച് ഓപ്ഷൻ ഉണ്ടാവും. അത് ഡിറ്റാച്ച് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ഓക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ സെപ്പറേറ്റ് ആയി മാറി. ഇനി ഇവിടെ നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഈ സെലക്ഷൻ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ എലമെന്റ് ക്ലോസ് ചെയ്തിട്ട് കണ്ടോ, ഇത് വേറെ സെലക്ഷൻ, വേറെ സെലക്ഷനാണ്. ഇത് സെലക്ട് ചെയ്തിട്ട് വെർട്ടെക്സ് ഒക്കെ എടുത്തിട്ട് സ്നാപ്പ് ആണ് ഓഫ് ചെയ്യുക. ഉണ്ടായി നമ്മൾ ഇങ്ങനെ കറക്റ്റ് മുകളിലത്തെ ഉണ്ടോ വ്യൂ കറക്റ്റ് ആണ് സെലക്ട് ചെയ്യണം. മുകളിലത്തെ വെർട്ടെക്സ് എടുത്തിട്ട് മുകളിലത്തെ വെർട്ടെക്സ് മാത്രം സെലക്ട് ചെയ്യാം. എന്നിട്ട് മൂട്ട് കൊടുത്ത് Z ആക്സ് നമുക്ക് ഇവിടെ മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് 250 ആക്കണേ 250 ആക്കാം കേട്ടോ. അങ്ങനെ 250 ആക്കണേ ആക്കിയിട്ട് കൊടുക്കുകയും ചെയ്യാം. എല്ലാം നമുക്ക് കൂട്ടണേ കൂട്ടി കൊടുക്കുകയും ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഞാൻ തൽക്കാലം ചെയ്യുന്നില്ല, നമുക്ക് തൽക്കാലം കൺട്രോൾ Z അടിച്ച് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചുള്ള ആ ഡൗട്ട് ഞാൻ ക്ലിയർ ആക്കിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കി ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു, ഇതേപോലെ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഫ്ലോറും ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തിട്ടാണ്, നിങ്ങൾ ഫസ്റ്റ് ഫ്ലോർ കറക്റ്റ് പോലെ ക്രിയേറ്റ് ചെയ്ത് ചെയ്യാം. ഇനി നമുക്ക് പറയാനുള്ളത്, ഇത് ഫസ്റ്റ് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമുക്ക് വിൻഡോ കൊടുന്നാക്കണം, വിൻഡോ ഡോർ കൊടുന്നാക്കണം. അപ്പോൾ ഓൾറെഡി നമ്മൾ വിൻഡോ ക്രിയേറ്റ് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട്, കുറേ വിൻഡോ നമ്മൾ തുടക്കത്തിലേക്ക് വിൻഡോ ക്രിയേഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടാവും. ആ സേവ് ചെയ്ത ഫയലിനെ ഇതിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ നോക്കാം, അതായത് 3D ഫയലിനൊക്കെ എങ്ങനെ കൊണ്ടുവരാൻ നോക്കാം. അപ്പം അതിന് വേണ്ടി മുകളിൽ 3ds Max ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിലുണ്ടാവും ഇമ്പോർട്ടിൽ മെർജ്. ഇമ്പോർട്ട് എന്ന 2Dനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇമ്പോർട്ടിൽ മെർജ് എന്നാൽ 3Dനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മെർജ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നമ്മളെ ഫയൽ എവിടെയുള്ളത് കാണിച്ചു കൊടുക്കുക. എൻ്റെ ഒരു ഫയൽ സെലക്ട് ചെയ്യാണ്, നമ്മളെ ഫയൽ എവിടെയുള്ളത് അവിടെ കാണിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു ഫയൽ സെലക്ട് ചെയ്യണം, ഓപ്പൺ ഇട്ടെടുത്തു. ഇങ്ങനെ വരുമ്പോൾ ആള് ക്ലിക്ക് ചെയ്യാം, ഓക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എവിടെ വന്നിട്ടുണ്ടാവും, നമുക്ക് എന്ത് ചെയ്യാം, മൂട്ടോള് ജസ്റ്റ് മൂവ് ചെയ്തേക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഇത് സെപ്പറേറ്റ് സെലക്ട് ചെയ്തിട്ട് അതിന് മാത്രം ഗ്രൂപ്പ് വെക്കാം കേട്ടോ. ഗ്രൂപ്പിൽ ഗ്രൂപ്പ് ഇട്ടെടുത്തു, ഓക്കെ ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഓഫ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. അതൊക്കെ ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ കറക്റ്റ് കൊടുന്നേക്കണമെങ്കിൽ സ്നാപ്പ് ഓൺ ആക്കുക. കറക്റ്റ് ഇവിടെ കോപ്പി പിടിച്ചിട്ട് കറക്റ്റ് പോയിന്റ് കിട്ടും കേട്ടോ. അങ്ങനെ കിട്ടും, കറക്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് കിട്ടും. നമുക്കിത് തൽക്കാലം ഇതിപ്പോൾ 180 കൊടുത്തിട്ട്, ഹൈറ്റ് 150 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരാൻ സാധ്യത, നമ്മൾ വർക്ക് പിന്നെ വിൻഡോ കറക്റ്റ് സൂട്ടാവും, അതായത് ഹൈറ്റ് കൂടുതലാണ് കുറവൊക്കെ വ്യത്യാസം വരാനൊക്കെ സാധ്യത ഉണ്ട് നമ്മൾ മെഷ് കൊണ്ടുവരുമ്പോൾ. അങ്ങനത്തെ സാഹചര്യത്തിൽ സ്നാപ്പ് ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ കറക്റ്റ് സെൻറ്ററിലൊക്കെ എവിടെയും മൂവ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ സ്കെയിൽ എടുത്തിട്ട് പതുക്കെ അങ്ങനെ കറക്റ്റ് സൂട്ടാക്കുക. അങ്ങനെ സൂട്ടാക്കി ലെവലാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ മെഷൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് സൈസ് ആവണമെന്നില്ല. അപ്പോൾ ഇതേപോലെ സ്കെയിൽ ചെയ്താൽ മതി. സ്കെയിൽ ചെയ്യുമ്പോൾ ഈ സ്കെയിലിനെ പ്രസ് ചെയ്തിട്ട് അതിൽ ഫസ്റ്റ് സ്കെയിൽ എടുക്കേണ്ടത് കേട്ടോ. ഇതിൽ കുറേ സ്കെയിൽ ഉണ്ട്, ഫസ്റ്റ് സ്കെയിലാണ് എടുക്കേണ്ടത്. ഇതേപോലെ നമുക്ക് എല്ലാ സൈഡും ഇതേപോലെ റൊട്ടേറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് എല്ലാ സൈഡും ഇതേപോലെ ചെയ്യാം. ഇതേപോലെ ഡോറും വിൻഡോ ഒക്കെ ഇതേപോലെ തന്നെ ചെയ്യാം. ഞാൻ ഒന്നും പറഞ്ഞില്ല, ടൈം കളയണ്ട വിചാരിച്ചിട്ട് ഞാൻ മൊത്തം പറഞ്ഞില്ല കേട്ടോ. ഇതൊക്കെ എന്ത് ഓരോന്ന് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് പറയാനുള്ളത് സൺഷെയ്ഡ് കൊടുക്കണം. ഇവിടെ സൺഷെയ്ഡ് എങ്ങനെ കൊടുക്കാൻ നോക്കാം. അപ്പോൾ ഏത് വ്യൂല സൺഷെയ്ഡ് കൊടുക്കണം, കറക്റ്റ് വ്യൂ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് കറക്റ്റ് ഫ്രണ്ട് വ്യൂ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് F4 അടിച്ചാൽ സെഗ്മെന്റ് കാണാൻ F4 അടിക്കണം. F4 അടിച്ചാൽ സെഗ്മെന്റ് ഓഫ് ആവും ചെയ്യും, F4 അടിച്ചാൽ സെഗ്മെന്റ് ഓൺ ആവും ചെയ്യും. ഇനി ഈ റെക്റ്റാങ്കിൾ എടുക്കാം. നമ്മൾ സൺഷെയ്ഡ് വരക്കുമ്പോൾ ആദ്യം ബോക്സ് ടൈപ്പ് സൺഷെയ്ഡ് വരക്കണം പോണത്. റെക്റ്റാങ്കിൾ എടുത്തു, ഒരു സ്നാപ്പ് ഓൺ ആക്കി കറക്റ്റ് എന്ത് ചെയ്യും, നമുക്കിവിടെ കറക്റ്റ് വരച്ചിട്ട് കൊടുത്തു. ആ റെക്റ്റാങ്കിൾ മാത്രം സെപ്പറേറ്റ് കാണാൻ വേണ്ടിയിട്ട് Alt Q, ഐസോ സെലക്ഷൻ അറിയാം, Alt Q. എന്നിട്ട് ഇതിനെ എഡിറ്റബിൾ സ്പ്ലൈൻ ആക്കി മാറ്റുക. സ്പ്ലൈൻ എടുത്തു, സെലക്ട് ചെയ്തു, ഔട്ട്ലൈൻ കൊടുക്കുക. ഈ ഔട്ട്ലൈനിൽ വന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എത്ര വേണം, ഇപ്പോൾ 10 ഇട്ട് കൊടുത്തു. ഔട്ട്ലൈൻ ഉള്ളിലേക്ക് വന്നത് പുറത്തേക്ക് വരണമെങ്കിൽ മൈനസ്, പുറത്തൊക്കെ വേണ്ടത് -10 ഇട്ട് കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രൂഡ് ചെയ്തു, അതിൻ്റെ തിക്നെസ് പുറത്ത് പ്രൊജക്ഷന് 60 ഇട്ട് കൊടുക്കുക. പേഴ്സ് പേജ് എടുത്ത് നോക്കിയാൽ ഈ അടിയിൽ ബൾബിജിന് ഉണ്ട്, ഐസോസേഷനെ ക്ലോസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇതേപോലെ ബോക്സ് ടൈപ്പ് സൺഷെയ്ഡ് ഇതേപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് ഇത് പല മോഡൽ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ വേറെ മോഡൽ ക്രിയേറ്റ് ചെയ്യാണ്. വീണ്ടും ഫ്രണ്ട് വ്യൂ ഇട്ടു,
അതിൽ ഡിലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ചെയ്യാണ്. റെക്റ്റാങ്കിൾ എടുക്കുക, സ്നാപ്പ് ഓൺ ആക്കി ഇങ്ങനെ വരച്ചിട്ട് കൊടുത്തു, ആൾട്ടിക്ക് കൊടുത്തു സെപ്പറേറ്റ് കാണാൻ വേണ്ടിയിട്ട്. എഡിറ്റബിൾ സ്പ്ലൈൻ ആക്കി ഏത് മോഡൽ വരയ്ക്കാൻ തന്നെ ചെയ്താൽ മതി. സ്പ്ലൈൻ എടുക്കുക. എന്നിട്ട് ഇതിൽ നമുക്ക് ആവശ്യമില്ലാത്ത പോർഷനൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. അപ്പോൾ സെഗ്മെന്റ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ അടിയത്തെ പോർഷൻ വേണ്ട, ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് വീണ്ടും സ്പ്ലൈൻ എടുക്കുക, സെലക്ട് ചെയ്യുക, ഔട്ട്ലൈനിൽ വന്നിട്ട് -10 ഇട്ട് കൊടുക്കുക, എന്നിട്ട് എക്സ്ട്രൂഡ് ചെയ്യുക. അതിൽ 60 ഇട്ട് കൊടുത്തു, പേഴ്സ്പെക്റ്റീവ് ഇട്ട് കൊടുക്കുക, ഇത് ഓഫ് ചെയ്ത് ബൾബ് ഓഫ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ മോഡലൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇതന്നെ എഡിറ്റബിൾ പോലാക്കി കഴിഞ്ഞാൽ നമുക്ക് വെർട്ടെക്സോ ഒരു പോളിഗൺ എന്തെങ്കിലും സെലക്ട് ചെയ്തിട്ട് സ്നാപ്പ് ഓഫ് ചെയ്യണം കേട്ടോ. സ്നാപ്പ് ഓഫ് ചെയ്തിട്ട് മൂട്ട് കൊടുത്തിട്ട് നമുക്ക് അടിയിലേക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ മൂവ് ചെയ്യാം. ഇങ്ങനെ സെലക്ട് ചെയ്ത് നമുക്ക് അടി കുറക്കണം, അങ്ങനെ കുറക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അടി വരെ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിലതുണ്ടാവും ഈ 2 വെർട്ടെക്സ് നമ്മൾ സെലക്ട് ചെയ്തു, ഈ 2 വെർട്ടെക്സ് സെലക്ട് ചെയ്തു, എന്നിട്ട് കൺട്രോൾ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്യാം. ഇങ്ങനെ കൊടുക്കുന്നതൊക്കെ ഉണ്ട് പല മോഡല്. അപ്പൊ ഇങ്ങനെ വലിച്ചു കിട്ടിയിട്ടൊക്കെ ചെറുതാക്കും ഇതാക്കൊക്കെ ഉണ്ട്. അതേപോലെ എല്ലാ സൈഡ് സെലക്ട് ചെയ്ത് നമുക്ക് ഹാഫ് മതി, ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഈ 2 ചെറിയ പോർഷൻ മാത്രം സെലക്ട് ചെയ്തു, ഇതും സെലക്ട് ചെയ്തു, അങ്ങനെ ഇട്ട് കൊടുക്കുക. അത് ഏത് മോഡലും നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ എൽ ഷേപ്പ് ആണെങ്കിലും സി ടൈപ്പ് ആണ്, നമുക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കുക. നമുക്ക് എഡിറ്റബിൾ സ്പ്ലൈൻ ആക്കിയതിനു ശേഷം നമുക്ക് ഏത് പോർഷൻ ഒഴിവാക്കണ ആ പോർഷൻ ഒഴിവാക്കിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്ലൈറ്റ് കൊടുത്തിട്ട് വരക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഓരോ മോഡലും എന്ത് ചെയ്യുക, സൺഷെയ്ഡൊക്കെ ഇതുപോലെ വരക്കാം. അത് മുകളിൽ മാത്രമാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്താൽ മതി. അതായത് റെക്റ്റാങ്കിൾ വെച്ചിട്ട് ബാക്കി 3 പോർഷൻ ഒഴിവാക്കുക, അത് സെലക്ട് ചെയ്തിട്ട് ഔട്ട്ലൈറ്റ് കൊടുത്താൽ കറക്റ്റ് ഔട്ട്ലൈൻ വരും. ഒരു നേരെ എക്സ്ട്രൂഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഏത് വരക്കാണെങ്കിലും ആ റെക്റ്റാങ്കിൾ എടുത്തിട്ടാണ് വരക്കേണ്ടത്. ഇത് ഓരോന്നും എന്ത് ചെയ്യുക, ചെയ്ത് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ ഇത് ഗ്രൗണ്ട് ഫ്ലോറും കംപ്ലീറ്റ് ആക്കുക, അതേപോലെ ഫസ്റ്റ് ഫ്ലോറും കംപ്ലീറ്റ് ആക്കുക. ഗ്രൗണ്ടും ഫസ്റ്റും കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം നമുക്ക് കോപ്പി ചെയ്തിട്ട് ലെവലാക്കുക. അതായത് നമ്മളെ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിന് മുകളിൽ കൊണ്ടുവയ്ക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്ത് ലെവലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.